ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാം. അതും എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായു വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിന് 1 കപ്പ് മൈദ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം ഒരു അരിപ്പയിലിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടു പോകാനും, പിന്നെ നല്ലതായിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആയിട്ട് നന്നായി മിക്സ് ആവാനും. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ പൊടിച്ച് വയ്ക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി 4 മുട്ട, ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ്, 1/4 കപ്പ് ഓയിൽ. ഇനി നമ്മൾ കേക്ക് ചെയ്യാനുള്ള പാത്രം ഓവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ ടിന്നും ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി 4 മുട്ട നമ്മൾ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. നന്നായി ബീറ്റ് ചെയ്യുക. ഈ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി നമുക്കൊരു ലൈറ്റ് വൈറ്റ് കളർ വരണം. ഇതിലോട്ട് ബട്ടർ സ്കോച്ച് എസൻസ് 1.5 ടീസ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരണം. കണ്ടില്ലേ? ഈ പരുവായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മളിതിലോട്ട് ചേർത്ത് കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് നമ്മൾ ചെയ്യണത്. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിട്ട് ഞാൻ ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് അത്ര വലിയ അറിവൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ചപ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയ യെല്ലോ കളർ വരുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ, ഓവറായിട്ട് അടിക്കാൻ പാടില്ല കേട്ടോ. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ഇതിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ്, അതായത് കളർ ഒരു യെല്ലോ കളർ കിട്ടാനായിട്ട്, കണ്ടല്ലേ? അതും കൂടി ചേർത്ത് നമ്മൾ നന്നായി ഒരു വാട്ടി അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഈ വഴി ഇങ്ങനെയും ടാപ്പ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ വയ്ക്കാം. 45 മിനിറ്റിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് പൊന്തി വന്ന് സൂപ്പറായി വന്നിട്ടുണ്ട്. ചെറിയൊരു ടൂത്ത് പിക്കൊക്കെ എടുത്ത് ഇതുപോലെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നും ഒട്ടാത്ത പരിവായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയെന്നർത്ഥം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി 1/4 കപ്പ് പഞ്ചസാര ഒരു ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നമ്മളിതുപോലെ തിളപ്പിച്ചെടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് കാരമലൈസ് ആവും. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് 1/4 കപ്പ് ബദാമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചേർക്കാം. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് പഞ്ചസാരയിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് നന്നായി കാരമലൈസ് ചെയ്യുക. കാരമലൈസ് ചെയ്തതിലേക്ക് 5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക.
വിപ്പിംഗ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ ഉണ്ടല്ലോ അത് കുറച്ച് കട്ട പിടിക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി തിളച്ച് വരുമ്പോൾ അതൊക്കെ മെൽറ്റായിട്ട് പോയിണ്ടാവും. നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ കട്ടയൊക്കെ മാറി നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി നന്നായി അലിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടില്ലേ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അതേ ഫ്രൈ പാനിലോട്ട് നമ്മൾ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർക്കണം. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററും കൂടി ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക, തിളപ്പിച്ചെടുക്കുക. കുറുക്കല്ല, തിളപ്പിച്ചെടുക്കുക. ഈ സമയം നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തട്ടിയതോ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള എല്ലാ സെറ്റപ്പും തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കേക്ക് കട്ട് ചെയ്ത് ഡെക്കറേഷനാണ്. അത് നിങ്ങൾ ഇഷ്ടമുള്ള പ്രകാരം ചെയ്തോ. എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല ഈ ഡെക്കറേഷനൊന്നും. അപ്പം ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്ത് 3 പാർട്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം 1 കിലോ കേക്കിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ വൈറ്റ് കളറാണ്. നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കളർ കിട്ടാനായിട്ട് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിൽ നിന്ന് 2-3 ഡ്രോപ്പ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിന് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ കളറായിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. നന്നായി വീഴാത്ത രീതിയിൽ നമ്മൾ പാത്രം കമത്തി പിടിച്ചാൽ വിപ്പിംഗ് ക്രീം വീഴാൻ പാടില്ല. അതുപോലെ അപ്പം അടിയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം പറ്റി നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് അതിലോട്ട് നമ്മൾ നേരത്തെ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ ഫസ്റ്റ് തന്നെ പറ്റി കൊടുത്ത് കാരമലൈസ് ചെയ്ത ബട്ടർ സ്കോച്ച് സോസ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ ബട്ടർ സ്കോച്ച് സോസിലോട്ട് ആൽമണ്ട് ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പൊടികൾ ഇതിലോട്ട് ചേർത്ത് അടുത്ത ലെയർ അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇതേ പ്രൊസീജിയർ നമ്മൾ ഇപ്പോൾ മുന്നേ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ വീണ്ടും ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്പോഞ്ച് നല്ല സോഫ്റ്റായി കിട്ടാനാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 ലെയറും തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ കോട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യിലിരിക്കുന്ന വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ വെച്ച് നമ്മൾ കോട്ട് ചെയ്യാം. അപ്പം എനിക്കറിയാവുന്ന രീതിയിലൊരു ഡിസൈനൊക്കെ ഇട്ട് ഞാൻ ചെറുതായൊരു എനിക്കറിയാവുന്ന രീതിയിലൊരു കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൺ വീട് കാണണം, ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഞാൻ ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഞാൻ ഇനി പുതിയ വീഡിയോസായിട്ട് വരണമെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇനിയും വരാട്ടെ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും കമൻ്റ് അറിയിക്കണേ. ബൈ ബൈ ഫ്രണ്ട്സ്.